അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് BA സോഷ്യോളജിയാണ്. അപ്പോൾ കാർഡിയക്ക് ആദ്യം വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ഇത് എന്നെ കൊണ്ട് കഴിയില്ലേ, എന്തായിരിക്കും അവസാനം എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്റർനാഷണൽ എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നൽകിയോണ്ട് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഡിഗ്രി എക്സാം എഴുതിയത് കൂടുതലും essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്, ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കൂടുതലും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക, ഒരു നമുക്ക് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ വൈബൊക്കെ കിട്ടുമെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് കാടിയ മഞ്ചേരിയിലാണ്. ഇന്ന് 2025 നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുമല്ല, നമ്മുടെ കൂടെയുള്ള ഇത്രയും ആളുകൾ കഴിഞ്ഞ ഡിസംബർ മാസം, സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇതിൽ മെജോറിറ്റി ആളുകളും ഡിസംബർ ലാസ്റ്റ് വീക്കിൽ CPC എക്സാം ക്ലിയർ ചെയ്ത നമ്മുടെ മെഡിക്കൽ കോഡേഴ്സാണ്. 2025 ജോബിലേക്ക് കയറാൻ പോകുന്ന മഞ്ചേരി കാടിയയിൽ പഠിച്ച് CPC ക്ലിയർ ചെയ്ത ആളുകളാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഓരോരുത്തരെയും പരിചയപ്പെട്ട് ഇവരെ ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ എക്സ്പീരിയൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മൾ ഡിഗ്രി 3 വർഷം പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ഡിഗ്രി ക്യാമ്പസിലുള്ള ഒരു അധ്യാപനം അല്ലെങ്കിൽ ടീച്ചിങ്, അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ 3 വർഷമല്ല 3 മാസമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? ഡിഗ്രി പഠിച്ചപ്പോൾ രസമായിരുന്നു. ഡിഗ്രി ആണെങ്കിലും ഇവിടെ ആണെങ്കിലും എനിക്ക് വലിയ മാറ്റം അങ്ങനെയൊന്നും പറയല്ല. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സ് കുറച്ചും കൂടി നമ്മളോട് എല്ലാ കാര്യത്തിലാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക, ഒരു നമുക്ക് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ വൈബൊക്കെ കിട്ടുമെന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നല്ല രസമായിരുന്നു ഇവിടെ ക്ലാസ്സൊക്കെ. നമുക്ക് എപ്പോഴും ഡൗട്ട് ചോദിക്കാൻ പറ്റുന്ന മിസ്സുമാരായിരുന്നു. എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. പിന്നെ പരിപാടികൾ വരുമ്പോഴാണെങ്കിലും എല്ലാവരെയും പങ്കെടുപ്പിക്കുക. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മോക്കിനൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ മോക്കിൻ്റെ എക്സാമിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മോക്കിൻ്റെ ഒരു ഡിസ്കഷൻ സെക്ഷനിലുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഡൗട്ടും മിസ്സുമാർ ആര് വിളിച്ചാലും മതി. നമ്മളെ പഠിപ്പിക്കുന്ന ഇതെന്നൊന്നുമില്ല. ഏത് മിസ്സാണെങ്കിലും നമുക്ക് വന്നിട്ട് ഇതാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യായിരുന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നേതാ, ഇയാളിപ്പോൾ വളരെ ഹാപ്പി മൊമെൻറ്റിലായിരിക്കും ഇവിടെ ഇരിക്കുന്നത് അല്ലേ? സോ CPC എക്സാമാണ് ഇയാൾ എഴുതി പാസ്സായത്. ഒരു ഇൻ്റർനാഷണലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ് CPC. അപ്പോൾ ഇയാളിപ്പം യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു CPC ഇൻ്റർനാഷണലി വാല്യൂബിളുടെ എക്സാം എഴുതിയത്. അപ്പോൾ എന്താണ് വ്യത്യാസം, ഇയാൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ആക്കിയത്? ഇപ്പോൾ നമ്മൾ ഡിഗ്രി എക്സാം എഴുതിയത് കൂടുതലും essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ കൂടുതൽ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്, ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കൂടുതലും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്ത രീതി നോർമലായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് എക്സേ പോലെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ച സാധനം ഈ 4 ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തി എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി കൊടുക്കുന്നതിന് മുന്നേ അതിന് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ? ആ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും ഓരോ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുന്ന സമയത്ത് ഇത് നാളേക്ക് പഠിച്ചിട്ട് വരണം, നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നൊക്കെ പറയും അല്ലേ? ഇങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നതുകൊണ്ടും അതുപോലെ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ചിലവർ സിസ്റ്റമാറ്റിക് അല്ലാതെ വന്നവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ബെനിഫിറ്റും അതേപോലെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ സിസ്റ്റമാറ്റിക് അല്ലാത്തത് കൊണ്ട്? ഞാനൊരു BA ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് മെഡിക്കൽ ഫീൽഡ് 10th നിന്ന് വിട്ടതാണ്. ഈ ബയോളജി അത്രേ ഐഡിയ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട്. ഇവിടെ വന്ന ശേഷം ഈ പറഞ്ഞ പോലെ വലിയ സിസ്റ്റമാറ്റിക് പഠിക്കുന്ന ഒരാളല്ല ഞാൻ ചെറുങ്ങനെ ഒരു ബാക്ക്ഔട്ടാണ്. പക്ഷെ ഇവിടെ വന്ന ശേഷം മിസ്സ് അന്നാന്ന് എടുക്കണം അന്നാന്ന് പഠിക്കാനും പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കലും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നൽകുക. അതായത് എക്സാമാണ്, ഇനി കുറച്ചുകൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന്
നമുക്ക് തന്നെ മിസ് ഇങ്ങനെ പറഞ്ഞതും അടുത്ത ദിവസം വരുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതൊക്കെ നമുക്ക് ബെനിഫിറ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറച്ച് അത്ര പഠിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇവർ തന്ന സപ്പോർട്ട് നമുക്ക് എത്രമാത്രം ബെനിഫിറ്റാണ്. പിന്നെ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ഈ ഫ്രീ മോക്ക് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രേഖടിപ്പിക്കാതെ ഡേറ്റ് എടുക്കുക, അതിനും വേണ്ടിയിട്ട് മുഴുവനായിട്ട്, അതായത് നമ്മൾ ഇൻ്റർനാഷണൽ എക്സാം എഴുതാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് നമ്മളതിന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും. അത് അത്രയും എക്സ്പീരിയൻസോട് കൂടി ഞാൻ പറയുകയാണ്. കാരണം ഞാൻ കുറച്ച് ലാഗ് എടുത്ത് എക്സാം എഴുതണം എന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ഈ ജനുവരിയിൽ അപ്ഡേഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ് എടുത്തു. അതിനും വേണ്ടി ഒരു 15 ദിവസം എനിക്ക് ഡേറ്റ് എടുത്ത ശേഷം സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഞാൻ മുഴുവനായിട്ടിരുന്നു, എക്സാം എഴുതി, പാസ്സായി, 98% പാസ്സായി. താങ്ക് യു. അപ്പോൾ മിസ്സിന് ദീപിക മിസ്സായിരുന്നു എൻ്റെ ട്രെയിനി. മിസ്സ് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ അത്രമാത്രം ചോദിക്കണം ഞങ്ങളോട് പറഞ്ഞേക്കാണ്. അതായത് നിങ്ങൾക്ക് ആൻസർ കീയിൽ ശരിയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, അത് ഡൗട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞേക്കാണ്. താങ്ക് യു. മെഡിക്കൽ കോഡിങ് ഏത് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിനും പഠിക്കാൻ പറ്റുമെന്ന് നമ്മളെല്ലാ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീജിഷയുടെ ഒരു അഭിപ്രായത്തിൽ ലൈഫ് സയൻസ് അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് മെഡിക്കൽ കോഡിംഗ് എന്നുള്ള കോഴ്സ് ഇത്രയും വിജയകരമായിട്ട് ഇപ്പോൾ CPC പാസ്സായല്ലോ, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോഴ്സ് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? എനിക്ക് ആദ്യം വരുമ്പോൾ ഞാൻ മെഡിക്കൽ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് BA സോഷ്യോളജിയാണ്. അപ്പോൾ കാർഡിയക്ക് ആദ്യം വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് എന്നെക്കൊണ്ട് കഴിയില്ലേ, എന്തായിരിക്കും അവസാനം എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കാർഡിയത്തെ സപ്പോർട്ടും ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ടും എന്തോ ആയിക്കോട്ടെ, കാർഡിയത്തെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു സപ്പോർട്ട് കൊണ്ട് ഇന്ന് ഇവിടെ CPC പാസ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലയെന്ന് കാർഡിയയിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായി. കാർഡിയത്തെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. ട്രെയിനേഴ്സ് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ CPC പാസ്സായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സന, ഇയാൾ ഫസ്റ്റ് കാർഡിയയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ ഇപ്പോൾ CPC എക്സാം എഴുതി പാസ്സായി നിൽക്കുന്ന ഈ എക്സ്പീരിയൻസും ഒന്ന് പറയുമോ? കമൻറ്റിൽ. ഞാൻ മെഡിക്കൽ കോഡിങ് മെയിനായിട്ട് അനാട്ടമി ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. എനിക്ക് ബയോളജി ഫീൽഡ് അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് അനാട്ടമി വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ICD എത്തിയപ്പോൾ കുറച്ച് ഇതായി. എന്നാലും അപ്പോഴൊന്നും എക്സാമിനെ പറ്റി സീരിയസ്നെസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ എമൗണ്ടൊക്കെ CPCക്ക് വേണ്ടി അങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ അതിന് വേണ്ടി പഠിക്കൽ അങ്ങനെയൊക്കെ തുടങ്ങിയത്. പിന്നെ മോക്കിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈം അപ്പോൾ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. ഇതുവരെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു, അപ്പോൾ പാസ്സായി. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടു. അപ്പോൾ CPC പാസ്സായിട്ട് നല്ലൊരു പ്രൗഡ് മൊമെൻറ്റിൽ നിൽക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ജോബ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ട്രൈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂ വരാനുണ്ട്, അതിനൊക്കെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. കാർഡിയയുടെ സപ്പോർട്ട് ഇവിടുന്ന് ഇപ്പോഴും ഇനി അങ്ങോട്ടേക്കും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതായാലും ഇനി നമുക്കൊരു ജോബ് എന്തായാലും നോക്കണം. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക. അതും കൂടെ സെറ്റിലായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റായി. സോ നമ്മളിനി MNCയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ വർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. വർക്കിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കൊക്കെ ഓരോ സ്റ്റെപ്പിലും നമുക്കത് ബെനഫിഷ്യൽ ആവും. എവിടെയും സ്റ്റക്ക് ആകരുത്. ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് ബി ഹാപ്പി. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു.